ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ആകപ്പാടെ ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. ചിക്കൻ 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ട് അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായിട്ട്. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെയാ? ഞാനൊരു കോൺട്രാക്ട്. ഐ എം ഉണ്ണി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടല്ലേ, സന്തോഷത്തിൽ. എവിടെയോ വെച്ചോ? കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക് പോലെ കഴിക്ക്. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വരാ, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. നീയായിരുന്നോ? കള്ളനോ? നീ സ്വപ്നം കണ്ടായിരിക്കും. നമുക്ക് സൈറ്റിൽ ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസി കുട്ടി.
മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാത്തകിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ, മറ്റവൻ. എന്താ എന്താണ്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. എടാ പൊക്കളാൻ പറഞ്ഞില്ലെന്ന്. കാലെ പിടിച്ച് വലിക്കും. എന്താ? രാമകുട്ടിച്ചേട്ടനെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന് കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോഹൻദാന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്ക് എങ്ങനെയാ? അവക്കും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട, കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിന് വേണ പിന്നെ മുതലാളിയാ? വാതിൽ ശരിക്കും പൂട്ടിയോ? പിന്നെ നിധി ഇരിക്കയില്ലേ ഇതിന്റെ അകത്ത്? എന്താ? കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചേ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറയുന്നു. എന്ത് കഷ്ടായത്. ശരിയാ, എന്തൊരു കഷ്ടത്. കുട്ടി, ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. മുതലാളി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുക്കും. ഉണ്ടെങ്കിൽ കൊടു, ഇല്ലെങ്കിൽ പോവാ. ആ വഴി മാറി, എനിക്ക് പോണം. പോണെ പൊയ്ക്കോ. എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോവണ്ട, ഒരു പായം തന്നെ എടുത്തു തരാം. തിരിച്ച് കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല പായം തല മതിയത്. ഇവിടെ പോയില്ലേ? ഇതുവരെ പോയില്ലേ? കൊടുക്കാനല്ല അങ്ങോട്ട് കൊടുത്താ അതങ്ങ് പോവില്ല മുതലാളി. എന്ത് മാപ്പ്? പാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ. ക്ഷമിച്ചു നീ എന്ന് പറഞ്ഞാ മതി. ക്ഷമിച്ചു 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 പൊക്കോ. ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മുതലാളി ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടീസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ കക്കൂസിക്കരനെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? അപ്പൻ. എന്താണ് ഈ കാണിക്കുന്നത്? രണ്ടുപേരുടെയും കൂടി കൈയിട്ട് രണ്ടുപേരും ചീത്താക്കണ്ടെന്ന് കരുതിയാ. ഇതെല്ലാം മറ്റുള്ളവരുടെ കൈ കൊണ്ടാണോ? സ്വന്തം കൈ കൊണ്ട് വേണം. സ്വന്തം കൈ
സ്വന്തം കൈയുടെ കാര്യം പറഞ്ഞ ഒരാള് എന്നിട്ട് ഈ സ്വന്തം കൈയുടെ എന്ത് നേടി? നാട് നീളെ വീട് പണിത് കൊടുത്ത മുതലാളി സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോയി. നാട്ടിലുള്ള പമ്പള്ളേരെല്ലാം കല്യാണം നടത്തി കൊടുത്ത ഈ മുതലാളി സ്വന്തം പെങ്ങളുടെ കാര്യം മറന്നുപോയി. എന്തിനധികം സ്വന്തം പെങ്ങള് പോയിട്ട് ഈ മുതലാളി ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിപ്പ അവിടെ ഉണ്ട്, ചത്ത ജീവിച്ചിരിപ്പണ്ട. ഇത് വല്ലതും മുതലാളി അന്വേഷിച്ച എന്നിട്ടിപ്പ സ്വന്തം പറഞ്ഞ ഒരാള്. അവള് നമ്മുടെ ഐശ്വര്യം ഒരുന്നു മുതലാളി. അവള് പോയതോടെ നമ്മുടെ എല്ലാം പോയില്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവളെ കാണണമെന്ന് മുതലാളി ആഗ്രഹിച്ചിട്ടുണ്ടാ? അല്ല ഉണ്ടാ? അവളിപ്പോ എവിടെ ഉണ്ടോ? അത് ചിയാമി കാണിച്ചുതരാ. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചിയാമിക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല മുതലാളി. അത് ചിയാമി